കുഞ്ചാക്കോ ബോബന് ശേഷം ഒരു ചോക്ലേറ്റ് ബോയ് എന്നുള്ള ഒരു പരിവേഷം കിട്ടിയത് നസ്ലിനാണ്. നമുക്കറിയാം പ്രേമലു, അതേപോലെ തന്നെ അയം കാതലൻ, തണ്ണീർമത്തൻ, സൂപ്പർ ശരണ്യ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഒരു ചോക്ലേറ്റ് ബോയിയുടെ പരിവേഷത്തോടു കൂടി ഏറെ ജനപ്രീതി നേടിയ ഒരു നായകൻ തന്നെയാണ് നസ്ലിൻ. കാണുമ്പോൾ തന്നെ ഒരുപാട് നിരവധി ആരാധികമാരാണ് ഉള്ളത് നസ്ലിന്. മാത്രമല്ല പുള്ളിയുടെ ഒരു ഈ പറഞ്ഞ ആക്ടിങ് രീതി വളരെ എന്താ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ന്യൂജൻ ടൈപ്പ് ഒരു നായക പരിവേഷമായിട്ടാണ് അദ്ദേഹം എപ്പോഴും കടന്നു വരുന്നത്. ഏതായാലും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളികളുടെ ഈ ആരാധന പാത്രം തന്നെയായി മാറിയിരിക്കണം. ചില സിനിമകളിലൂടെ തന്നെ വലിയ ജനപ്രീതി നേടുകയും ആരാധന പാത്രമായി മാറുകയും ചെയ്തു. ഒരുപാട് ആരാധികമാരുള്ള ഒരു നായകൻ കൂടിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നസ്ലിനെ. ഏതായാലും നസ്ലിൻ ഇപ്പം പലപ്പോഴും ഒക്കെ വിവാദത്തിലൊക്കെ വരാറുണ്ട്. ഇപ്പൊ ഒരു പുതിയ വിവാദം ആയിട്ട് വന്നിരിക്കുന്ന ഇപ്പൊ അറിയാം, ജിംഖാന, ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമ ഇപ്പൊ അടുത്തിടെ ഇറങ്ങിയിരുന്നു. വലിയ എന്താ പറയുക, ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ചില വിമർശനങ്ങളും ഒക്കെ വിവാദങ്ങളിലും ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിലും 2.70 കോടി രൂപ ആദ്യ ദിനം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി എന്നാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പൊ നസ്ലിൻ ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഇപ്പൊ വൈറലാവുന്നത്. ഡാ പിടിവിടടാ എന്ന് പറഞ്ഞ് തട്ടി മാറ്റി പോകുന്ന ഒരു വീഡിയോ. അതായത് ഇതിനു മുമ്പേയും ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് നസ്ലിൻ പോകാറുണ്ട്. ഒരു ആരാധകൻ വന്ന് ഫോട്ടോ എടുക്കാൻ വരികയും അപ്പോൾ എടാ പിടിവിടാന്ന് പറഞ്ഞാൽ തട്ടി മാറ്റിക്കൊണ്ട് നസ്ലിൻ കടന്നു പോകുന്നു. ഇതിന് വിമർശനങ്ങളും അതുപോലെ തന്നെ നസ്ലിനെ ഈ പറഞ്ഞുകൊണ്ട് പ്രശംസിച്ചുകൊണ്ടും ആൾക്കാർ എത്തുന്നുണ്ട്. പലപ്പോഴും നേരത്തെ കുറച്ചു നാൾ മുമ്പ് ഉണ്ണി മുകുന്ദൻ ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിൽ ഉണ്ണി മുകുന്ദന് കയറിയിരുന്നു. കാരണം ഉണ്ണി മുകുന്ദന്റെ പുറയിൽ ഒരാള് ഈ പറഞ്ഞതുപോലെ മൊബൈൽ കൊണ്ട് വരികയും ആദ്യം ഒരു തവണ അദ്ദേഹം ഒഴിഞ്ഞു മാറി, പിന്നീട് രണ്ടാമത് മൊബൈൽ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയ ഉണ്ണി കുറച്ച് നാൾ ഈ വിവാദം അല്ല ഒന്ന് എയറിലായി എന്ന് തന്നെ പറയാം. അതിനുശേഷമാണ് ഇപ്പൊ നസ്ലിൻ വരുന്നത്. ഇത്തരത്തില് നമുക്ക് ഇതിൽ പറയാനുള്ള ഇത്തരത്തില് ഇപ്പൊ ആരാധകരുടെ ഈ ഒരു ആരാധന കൂടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഇടുന്നത്. കാരണം പലപ്പോഴായി ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മലയാള നടന്മാരും നടിമാരുടെയും ഇടയിൽ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലായാലും ഹോളിവുഡിലായാലും ബോളിവുഡിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തില്, ഹോളിവുഡിലെ കാര്യം അറിയില്ല, ഇത്തരത്തിലുള്ള ഹിന്ദി നടന്മാരുടെ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെ നടക്കാറുണ്ട്. അത് വലിയ ജനശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അത് വിമർശനങ്ങളിലേക്ക് വഴിതെളിച്ച് വിടാറുണ്ട്. ഇങ്ങനെ നായകന്മാര് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടന്മാര് അല്ലെങ്കിൽ നടിമാര് വരുമ്പോ ഇങ്ങനെ മൊബൈലില് അവര് ഒരു പരിധി വരെയൊക്കെ നമ്മളുടെയൊക്കെ വ്ളോഗേഴ്സിനാണെങ്കിലും യൂട്യൂബേഴ്സിനായാലും ചാനലുകൾക്കൊക്കെ അവര് തരാറുണ്ട്, ഇന്റർവ്യൂസ് ഒക്കെ തരാറുണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മറുപടി പറയാറുണ്ട്. ചിലവര് വളരെ കൂളായിട്ട് ഇടപെടാറുണ്ട്, ചിലവർക്ക് അത് മൈൻഡ് ചെയ്യാതെ പോകാറുണ്ട്. ഇങ്ങനെ പല വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇത് എത്രമാത്രം ശരിയുണ്ട്? ഇങ്ങനെ പുറകെ പോകുമ്പോൾ അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറി അവരെ പലപ്പോഴായിട്ട് നമ്മളൊക്കെ ആക്രമിക്കുമ്പോൾ അവരും മനുഷ്യരാണ്. നല്ല പലവരും ആവുമ്പോൾ അല്ലെ അവരുടെ ദേഹത്തൊക്കെ തൊട്ടുള്ള കളികളൊക്കെ വരുമ്പോൾ ബോഡി ഗാർഡ് ഒന്നും ഇല്ലാത്തവരാണ്. ഇപ്പൊ ഉണ്ണിമൂന്തനാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും അല്ലെങ്കിൽ ഈ പറയുന്നവർക്കൊക്കെ പൃഥ്വിരാജിനൊക്കെ ബോഡി ഗാർഡ് ഉണ്ട്. അവരെങ്കിലും പിടിച്ചു മാറ്റുമെന്ന് അറിയാം. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ ചിലവർക്കൊന്നും ബോഡി ഗാർഡ്സ് ഇല്ല. അപ്പൊ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ അവർ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരിലേക്ക് ഈ ആരാധനയൊക്കെ തന്നെ ശരിയാണ്, പക്ഷെ പ്രൈവസിയിലേക്ക് കൂടുതൽ കയറുന്നത് ശരിയാണ്. നേരത്തെ സാനിയക്ക് സാനിയക്കാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു. ഒരു ഫംഗ്ഷൻ ഇതുപോലെ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അനാവശ്യമായിട്ട് ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ള രീതിയിലൊക്കെ വരുന്നു. അപ്പൊ ഇങ്ങനെ ആണിനെയും പെണ്ണിനെയും ഇപ്പൊ നായകന്മാരെ മാത്രമല്ല, അല്ലെങ്കിൽ നടന്മാരെ മാത്രമല്ല, നടിമാരുടെ കാര്യത്തിലും ഇത്തരത്തിൽ ഉള്ള തൊട്ടുകളിയൊക്കെ ശരിയാണോ എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് അവരുടേതായ പ്രൈവസി കൊടുക്കണം. അവരെ കാണാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആരാധന ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഫാൻ ബോയ് അല്ലെങ്കിൽ ഫാൻ ഗേൾ ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരുപാട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള സ്പർശിക്കുന്നതും ഒക്കെ അത്ര ശരിയല്ല. നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി സ്പർശിച്ചാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവർ മനുഷ്യരാണ്. ആ ഒരു
ഒരു പരിഗണന പലപ്പോഴും നൽകണം. അത് മാധ്യമങ്ങളാണെങ്കിലും ആരാധകരാണെങ്കിലും ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പരിഗണന ഈ ഈ സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഈ നടന്മാർക്കും നടിമാർക്കും ഒക്കെ നൽകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. മാത്രമല്ല, നമുക്കറിയാം സുരേഷ് ഗോപിയൊക്കെ ഇത്തരത്തിലുള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും വിമർശനങ്ങൾ നേടിയിരുന്നു. കാരണം മാധ്യമപ്രവർത്തകർ ഇങ്ങനെ പുറകെ നടന്ന് പുള്ളിയെ അനാവശ്യമായിട്ടുള്ള ചോദ്യം ചെയ്യുന്നു എന്നുള്ളത്. ഇതിപ്പം മാധ്യമപ്രവർത്തകരല്ല, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ചാനൽസോ ഒന്നും അല്ല, ഒരു ആരാധകനാണ്. പക്ഷെ മറുഭാഗത്ത് ചില സമയത്തൊക്കെ ഈ ഇത്തരത്തിലുള്ള ചാനലുകൾ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ നടിമാരുടെയും നടന്മാരുടെയൊക്കെ പുറകിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ VIPs പൊതുവെ നമുക്ക് ഈ ഒരു ആൾക്കാരെ മൊത്തത്തിൽ, ഇപ്പൊ രാഷ്ട്രീയക്കാരാണെങ്കിലും സിനിമാ പ്രവർത്തകരാണെങ്കിലും ഇങ്ങനെ ഒരു VIP പരിഗണനയിൽ ഉള്ളവരുടെ പുറകില് മാധ്യമങ്ങളൊക്കെ നടക്കുമ്പോൾ അല്ലെ അവർക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് കൂടി ചിന്തിച്ചിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെ അവരുടെ ഒരു കംഫർട്ടബിൾ സോൺ നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് വീഡിയോ ചിത്രീകരിക്കുക. ഹണി റോസിന്റെ ഒക്കെ നമുക്കറിയാം, പലപ്പോഴും ഇനോഗ്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലും ഈ യൂട്യൂബേഴ്സ് ചാനലാണ് അവരെ ഇത്രയും മോശമാക്കിയെന്ന് ഞാൻ പറയും. കാരണം ആവശ്യമില്ലാത്ത പൊസിഷനിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട്, ചിലപ്പോൾ മാന്യമായിട്ടുള്ള ഒരു സാരി എന്ന് പറയുന്നത് നമുക്കറിയാം, മാന്യമായിട്ട് കുറെയൊക്കെ സാരി ധരിച്ചാലും വേറെ വ്യത്യസ്തമായിട്ടുള്ള പോസിലൊക്കെ ഷൂട്ട് ചെയ്ത കുറച്ചൊക്കെ എന്താ പറയുന്നേ, മാനിപ്പുലേറ്റ് ചെയ്ത് വരാൻ സാധ്യത കുറച്ചൊക്കെ എന്താ പുറത്ത് ചിലതൊക്കെ നമ്മൾ നല്ല ഒതുങ്ങി നിന്നാലും ഈ ക്യാമറ എന്ന് പറയുന്ന ഒരു ട്രിക്ക് ഉണ്ടല്ലോ, അത് ചിലതൊക്കെ ഇത് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കുറച്ചുകൂടി ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഏത് നടിയുടെയും ഏത് രീതിയിലും എങ്ങനെ എടുത്ത് വിൽക്കാം എന്നുള്ളൊരു ചിന്താഗതി ആദ്യം മാറ്റുക. അവരും മനുഷ്യരാണ്, അവർക്കും അവരുടേതായ പ്രൈവസി ഉണ്ട്. അത് നടിമാരായാലും നടന്മാരായാലും അത് പ്രൈവസി ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് നമ്മൾ അവരോട് ആരാധന കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ റീച്ച് കൂട്ടുക. അല്ലാതെ അവരുടെ പുറകെ നടന്ന ചിലവരൊക്കെ ഇപ്പൊ സുപ്രിയയും പൃഥ്വിയൊക്കെ ആണെങ്കിൽ നല്ല കുറുക്കി കൊള്ളുന്ന മറുപടി കൊടുക്കുക. അവരുടെ ഒന്നും പറയാതെ ഈ ആൾക്കാരങ്ങനെ പോകത്തില്ല. പോയാൽ തന്നെ സുപ്രിയ തന്നെ ഒരിക്കൽ സലാർ ആ ചിത്രത്തിന്റെ ഒരു റിലീസിന് ശേഷമാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഇതേപോലെ ഒരു യൂട്യൂബർ അവരുടെ പുറകെ ചോദ്യം ചോദിച്ചു. പക്ഷെ അദ്ദേഹം മാന്യമായിട്ടാണ് ചോദിച്ചത്. അവർക്ക് കുറച്ചുകൂടെ ഈ അഹങ്കാരം അങ്ങ് മണ്ടേ നിൽക്കുവാണല്ലോ. അപ്പം കുറുക്കി കൊള്ളുന്ന അവർ എന്തോ BBC ന്യൂസിലെ വലിയ വാർത്താ അവതാരകയാണ് അല്ലെങ്കിൽ റിപ്പോർട്ടറാണ് എന്നുള്ള രീതിയിൽ കുറുക്കി കൊള്ളുന്ന മറുപടി കൊടുത്തു. പക്ഷെ അദ്ദേഹം ചോദിച്ചത് മാന്യമായിട്ടുള്ള ചോദ്യമാണ്. റിപ്പോർട്ടർ ബ്രിട്ടാസിനെ പോലെ അവരുടെ ജീവിതത്തിന്റെ അങ്ങേ അറ്റത്ത് കയറി ചോദിച്ചതൊന്നുമല്ല. പക്ഷെ ഇദ്ദേഹം ചോദിച്ചത് സലാറിനെ പറ്റി എന്താണ്, അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയെ പറ്റി എന്താണെന്നോ. അപ്പൊ അത് ചെന്ന് ഡയറക്ടറോട് എന്ന് ചോദിക്കുക, എന്നോടല്ല ചോദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എടുത്തെടുത്തത്. സലാറിന്റെ കാര്യം നിങ്ങൾ എന്താണ് പറയുന്നത്, ഞാൻ കണ്ടില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഭർത്താവ് അഭിനയിക്കുമ്പം ഞാൻ എൻ്റെ ഭർത്താവിന്റെ പക്ഷത്തല്ലേ നിൽക്കും. ഉടനെ അതിന് കുറുക്കി കൊള്ളുന്ന മറുപടി ആ റിപ്പോർട്ടർ കൊടുത്തു. ഞാൻ അങ്ങനെയല്ല, അത് അഭിനയത്തിന്റെ രീതി നോക്കിയിട്ടാണ്. അത് എൻ്റെ ഭാര്യയെന്നോ എൻ്റെ അല്ലെങ്കിൽ ഭർത്താവെന്നോ സഹോദരനോ നോക്കിയല്ല, ഞാൻ അഭിനയിക്കുന്ന വ്യക്തിയുടെ ഇത് നോക്കിയിട്ടാണ് ഞാൻ അതിന് റിപ്ലൈ അല്ലെ റിവ്യൂ ഞാൻ ചെയ്യുന്നതെന്നുള്ളത് ആ റിപ്പോർട്ടർ പറഞ്ഞതും ഒക്കെ അതിപ്പോ പലതും സോഷ്യൽ മീഡിയയിലൊക്കെ. ഇത് പൊതുവെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തില് ഇവരുടെയൊക്കെ പുറകെ നടക്കാതെ അവരുടെയൊക്കെ അനുവാദമുണ്ട്, അല്ലെ അവരൊക്കെ കംഫർട്ടബിൾ സോൺ ആണെങ്കിൽ മാത്രം സംസാരിക്കുക. ഒരു ആരാധകൻ വന്നു അല്ലെ ഒരു ആരാധിക വന്നു, അവര് ഇപ്പം മറുഭാഗത്ത് നിൽക്കുന്ന നടൻ അല്ലെങ്കിൽ നടി കംഫർട്ടബിൾ സോൺ ആണെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തോ. അവരെ പിടിച്ച് അവരുടെ ശരീരത്തിലൊക്കെ കയറി കൈയിട്ട്, അത് സ്ത്രീകളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് ഒട്ടും പിടിക്കില്ല. അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. പുരുഷന്മാരാണെങ്കിൽ പിന്നെ അത് ഓക്കെ, അത് അതിൻ്റെതായ വഴിക്ക് കളയും. പക്ഷെ എന്നാലും കുറച്ചധികം വരുമ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് അവരുടേതായ പ്രൈവസി കൊടുക്കുക. മറിച്ച് നസ്രീൻ ഇപ്പൊ ആ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നെന്നുണ്ടെങ്കിൽ നസ്രീൻ തട്ടിക്കളയോ? നസ്രീൻ തട്ടിക്കളയത്തില്ല. അപ്പൊ ഒരാണായതുകൊണ്ടാണ് കുറച്ചുകൂടെ വികാരം ഉയർന്നത് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും വെറുതെ എന്താ പറയാ, വടി കൊടുത്ത് അടി വാങ്ങിക്കാതെ നമ്മൾ നമ്മുടെ സ്ഥാനത്തേക്ക്, അവരോട് ആരാധന ഉണ്ടെങ്കിൽ മാറി നിൽക്കുക, അവരോട് ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമ്മുടെ പണി നോക്കുക. ഇനി അവർ കംഫർട്ടബിൾ സോൺ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാതെ ഇരിക്കുക. ഇത്തരത്തിൽ മാധ്യമങ്ങൾ അതേപോലെ തന്നെ അവരെ റിവ്യൂ ചെയ്യുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക. അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പുറകെ നടക്കരുത്. അവർക്ക് അവരുടെ പ്രൈവസി ഉണ്ട്, അതിന്റെ രീതിക്ക് വിടുക. എന്തായാലും നസ്ലിൻ ഇപ്പം മൊത്തത്തിൽ എയറിലായിരിക്കുക. വിവിധ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗം അദ്ദേഹത്തിനെ വിമർശിക്കുന്നുണ്ട്, ഒരു ഭാഗം ഇത്ര അഹങ്കാരമോ ഈ കൊച്ചു പയ്യന്. കാരണം ചെറുപ്രായത്തിലെ വന്ന് കയറി ഒരു ചോക്ലേറ്റ് പയ്യൻ വന്നിട്ട് മിക്ക സിനിമകളും തൂത്തുവാരി എന്ന് തന്നെ പറയാം. പ്രേമലു ഒക്കെ ആണെങ്കിൽ നല്ല റീച്ചുള്ള നല്ല സിനിമകളാണ്. അപ്പൊ ഇപ്പൊ ഇത് തന്നെ ആലപ്പുഴ ജിങ്ക
ജിംഖാന എന്ന് പറയുന്നത് നല്ല രീതിയിൽ കയറി വരുന്ന സിനിമയാണ്. അപ്പൊ ഇത്തരത്തില് സിനിമകളിൽ കൂടി അദ്ദേഹം കയറി വരുന്ന ഒരു സമയത്ത് തന്നെയാണ് വിവിധ വിവാദങ്ങൾക്ക് അദ്ദേഹം ഇടം നൽകുന്നത്. അത് അദ്ദേഹം ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. കാരണം ജനം പലവിധമാണല്ലോ. അപ്പൊ വിമർശനങ്ങൾ നേരിടുന്നുണ്ടോ? ഒന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഒന്നും ഇത് പോവാനില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ആരാധനയല്ലേ, ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അപ്പം കംഫർട്ടബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് അത് പ്രതികരിച്ചിട്ട് പിടിവിടടാന്ന് പറഞ്ഞു പോയി. ഇനി ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഞാനൊന്ന് ചേട്ടാ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത് നന്നായിരിക്കുമെന്ന് മറുഭാഗത്തു നിന്ന് ഉള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അതിന് അഭിപ്രായങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഏതായാലും എപ്പോഴും നടന്മാരുടെയും നടിമാരുടെയും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രമുഖരുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഫോട്ടോ എടുപ്പിനും ഇതേപോലെ തന്നെ മാധ്യമങ്ങൾ പുറകെ നടന്ന് ചോദിക്കുന്നതിനും ഒക്കെ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ വരും. പലതും ഒക്കെ ആവുകയും ചെയ്യും. എന്തായാലും അത് അവനവനെ സൂക്ഷിക്കുക.